വളരെ വേദനയുടെ ഒരു വേർപാടിന്റെ നിമിഷങ്ങളാണ് സാർവത്രിക സഭ മൊത്തം എന്ന പോലെ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചോളം. കാരണം അനേക കോടി ലക്ഷക്കണക്കിന് മനുഷ്യര് അങ്ങ് ദൂരേന്ന് ഫോട്ടോയിൽ മാത്രം കാണുന്ന പരിശുദ്ധ പിതാവിനെ 2 തവണ 10 വർഷത്തിനിടയിൽ അടുത്ത് കാണുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും സാധിച്ചു എന്നതും, ഏറ്റവും അവസാനം ഞാൻ 2024 ഡിസംബർ മാസം 7-ാം തീയതി ഏതാണ്ട് 1 മണിക്കൂറിലധികം പിതാവുള്ള ആ ഔദ്യോഗിക ഓഫീസിൽ ചെലവഴിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം കർത്താവ് നൽകി. അന്ന് വ്യക്തിപരമായ കൂടിക്കാഴ്ചയില് നെറ്റിയേല് പിതാവ് അങ്ങനെ കൈകൾ വെച്ച് അനുഗ്രഹിച്ച ആ നിമിഷത്തിന്റെ അനുഭൂതി, അല്ലെങ്കിൽ അതിന്റെ ആധ്യാത്മിക അഭിഷേകം ഇപ്പോഴും എന്റെ ഹൃദയത്തിൽ നിന്ന് മാറുന്നില്ല. കാരണം വ്യക്തിപരമായി ഞങ്ങൾക്ക് അന്ന് പൂക്കാട്ട് പിതാവിന്റെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് 5 വൈദികരോട് ചേർന്നായിരുന്നു ഞങ്ങൾക്ക് റോമിൽ എത്തുവാനായിട്ട് കഴിഞ്ഞത്. 7-ാം തീയതി രാവിലെ 9 മണി മുതൽ ഏതാണ്ട് 10:30 വരെയുള്ള സമയം അന്ന് പിതാവിനെ കാണുവാനും അനുഗ്രഹം സ്വീകരിക്കുവാനും ഒക്കെ സാധിച്ചത് ഹൃദയത്തില് വലിയ സന്തോഷം നൽകുന്നു. ഞാൻ പരിശുദ്ധ പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് റോമിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളും ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഇനിയിപ്പോ അവിടെ ടിക്കറ്റ് ഇന്ന് ശരിയാകും, വ്യാഴാഴ്ച പോകാമെന്നും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു ആഗ്രഹത്തിലാണ്. കാരണം നമുക്കറിയാം, വിദേശത്തുള്ള ആൾക്കാര് ഏറ്റവും പ്രിയപ്പെട്ട പിതാവോ മാതാവോ മരിക്കുമ്പോൾ എന്ത് ത്യാഗം സഹിച്ചും ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. അതുകൊണ്ട് വ്യക്തിപരമായ എനിക്ക് ഒരു നഷ്ടവും ആണ് എന്നതുകൊണ്ട് ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു വലിയ ആഗ്രഹത്തോടെയാണ് ഞാൻ പോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിന് വലിയൊരു ഭാഗ്യം, ഡിസംബറിൽ പോയപ്പോൾ തന്നെ ആ 2 ആഴ്ച മാത്രമാണ് അന്ന് കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ വിസ ലഭിച്ചത്. എന്നാൽ എനിക്ക് അത്ഭുതകരമായിട്ട് ജൂൺ 7-ാം തീയതി വരെ ഉള്ള വിസ അന്ന് ലഭിച്ചതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകം വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതില്ല. ഇനി അപേക്ഷിക്കുന്നവർക്ക് ഇപ്പോൾ ലഭിക്കുന്നതുമില്ല. മറ്റൊന്ന്, ഈ 27, 28 ദിവസങ്ങളിൽ അവിടെ ഭിന്നശേഷിക്കാരുടെ ഒരു വലിയ ജൂബിലി ക്രമീകരിച്ചിരുന്നു. അതിന് പോകാമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുപോലെ മെയ് അവസാനം ആഗോള കുടുംബ സംഗമം, പ്രോലൈഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ആ കുടുംബ സംഗമത്തിലും പങ്കെടുക്കാനുള്ള ആഗ്രഹത്തിലായിരുന്നു ഞാൻ. എന്തായാലും സംസ്കാര ചടങ്ങിന് പോകാൻ ഒരുങ്ങുകയാണ്. എന്റെ ഹൃദയത്തില് ഞാൻ ഓർക്കുന്ന കാര്യം, എന്റെ കയ്യില് ഞാൻ ഓർക്കുക, ദേശീയ പതാക. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ അന്ന് ദേശീയ പതാകയുമായിട്ടാണ് പോയത്. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നുള്ള പൂവക്കാട്ട് പിതാവ് കർദിനാൾ ആവുമ്പോ സ്വാഭാവികമായി ഇന്ത്യയുടെ സന്തോഷം അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഞാന് ദേശീയ പതാകയുമായിട്ടാണ് ഞാൻ പോയത്. എന്റെ ടീമില് ഞങ്ങളപ്പോ പിതാവിനെ കാണാനായിട്ട് അന്ന് രാവിലെ പോകുമ്പോ എന്റെ കയ്യില് ആ ടീം, ഞങ്ങൾ ഇന്ത്യക്കാരെന്ന നിലയിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോയ ഞങ്ങൾ എല്ലാവരും കൊടി, ദേശീയ പതാക ഇങ്ങനെ മുകളിൽ പിടിച്ചിരുന്നു. ഞാന് പിതാവിനെ കാണുന്ന ആ ചിത്രത്തിൽ അവിടെ കാണിക്കുന്നുണ്ടല്ലോ, എന്റെ കയ്യില് അന്ന് നമ്മുടെ പ്രോലൈഫിന്റെ ലോഗോ, സിറോ മലബാർ സഭയുടെ ഔദ്യോഗികമായ ലോഗോ പിതാവ് ബ്ലസ് ചെയ്തു. എന്റെ തൊട്ട് താഴെ തന്നെ എന്റെ കയ്യിലുള്ളത് ഈ ദേശീയ പതാകയാണ്. കാരണം നമ്മുടെ ദേശത്തിന്റെ അഭിമാനമാണ്. പിതാവ് ഇന്ത്യയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ആ ദേശീയ പതാക എന്റെ കയ്യിൽ ആ ടീമിന്റെ മുന്നിൽ പോയപ്പോൾ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് ഒപ്പം തന്നെ ഞാൻ ഓർക്കുക, പിതാവിനെ അണിയിക്കാനായിട്ട് ഒരു ഷാള് കരുതിയിരുന്നു. മുട്ടുകുത്തി എഴുന്നേറ്റപ്പോൾ ആ ഷാൾ അണിയിക്കേണ്ട, പകരം അത് പിതാവ് ബ്ലസ് ചെയ്ത് തന്ന ഈ ഷാളും ഒരു തിരിശേഷിപ്പ് പോലെ ഇന്ന് ഞാൻ സൂക്ഷിക്കുകയാണ്. ഞാൻ പ്രോലൈഫിന്റെ ആഗോളതലത്തിലുള്ള അന്ന് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ ഇതും ഞാൻ സൂചിപ്പിക്കുക, അന്ന് നൽകിയ ഞങ്ങളുടെ ലോഗോയായിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് വലിയ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങള്. ആ കുറഞ്ഞ സമയം, ഏതാണ്ട് 3-4 മിനിറ്റ്, 22ഓളം ഫോട്ടോകൾ 2 വശത്തു നിന്നും ഫോട്ടോഗ്രാഫർ എടുത്തത് വത്തിക്കാന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ അപ്പുറമായി നമുക്കറിയാം, ഇവിടെ നമ്മളൊരു സാധാരണ വ്യക്തിയെ കാണാൻ ചെല്ലുമ്പോൾ എന്ത് തിരക്കായിരിക്കും. ഒരുപക്ഷെ നമ്മള് ചില പിതാക്കന്മാരുടെ പോലും കൈമുത്തുമ്പോൾ അവര് വേറെ എങ്ങോട്ടെങ്കിലും നോക്കിയോ, അല്ലെങ്കിൽ തിരക്കുകൊണ്ടാണ്, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. എന്നാൽ ഞാൻ ആ ഹോളിൽ 1 മണിക്കൂറോളം ഞങ്ങൾക്ക് മുന്നേ കണ്ട കേന്ദ്രമന്ത്രിമാര്, വന്യപിതാക്കന്മാര് ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി സ്നേഹിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും അവരുടെ വസ്തുക്കൾ ഇങ്ങോട്ട് സ്വീകരിക്കുകയും അതിനെ ആശീർവദിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ ആത്മീയ അഭിഷേകത്തിന്റെ നിമിഷങ്ങളാണ് കാണാൻ സാധിച്ചത്. എനിക്ക് മാത്രമല്ല, എന്നോടൊപ്പം ഉണ്ടായിരുന്ന ന്യൂനപക്ഷ കമ്മീഷൻ അംഗം BV അഗസ്റ്റിൻ സാറ്, അദ്ദേഹത്തിന്റെ പുസ്തകം, അദ്ദേഹം സമ്മാനം കൊടുക്കുന്നു, സംസാരിക്കാൻ അവോളം സമയം പിതാവ് അനുവദിച്ചു. പിന്നെ ബേബി ചില്ലപ്പള്ളി ഭിന്നശേഷിക്കാരായ അവരുടെ 2 കുഞ്ഞുങ്ങളുടെ പിതാവാണ്.
അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാവർക്കും തന്നെ കാണാൻ വന്നവരെ സ്നേഹത്തോടെ ആദരിക്കുന്ന, പലർക്കും പിതാവ് സമ്മാനമായിട്ട് ക്രിസ്മസിന്റെ കാർഡുകളൊക്കെ കൊടുത്തിരുന്നു. ഞാനത് പറയുന്നത് പിതാവ് ഓരോ വ്യക്തിയെയും, ഞങ്ങൾക്ക് ഒരു ഔദ്യോഗിക സെക്യൂരിറ്റി ഒന്നും ഇല്ലായിരുന്നു, വത്തിക്കാൻ സ്ക്വയറിൽ കയറുമ്പോൾ ഇതൊക്കെ ഉണ്ട്. എന്നാൽ അതിരാവിലെ ഞങ്ങൾക്ക് പിതാവിന്റെ ഓഫീസിലേക്കുള്ള പ്രവേശനം, അത് കൂവക്കാട്ട് പിതാവിന്റെ കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ളവരും എന്നുള്ള പ്രത്യേക ഒരു സെക്യൂരിറ്റി ചെക്കിങ്ങും ഇല്ലാതെയാണ് പരിശുദ്ധ പിതാവ് ഇരുന്ന ഹോളിൽ ഞങ്ങൾ ചെല്ലുക. അവിടെ ഓരോ വ്യക്തികളെയും 10 വർഷം മുമ്പ് ചാവറ പിതാവിനെയും ഉപ്രാസ്യമ്മയും നാമകരണം ചെയ്ത വിശുദ്ധരെ പ്രഖ്യാപിച്ച സമയത്ത് ഒത്തിരി VIP കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. അന്ന് കൂടിക്കാഴ്ചയ്ക്ക് സമയം നിശ്ചയിച്ചെങ്കിലും എല്ലാവർക്കും കഴിയാത്തതുകൊണ്ട് അന്ന് ആലഞ്ചേരി പിതാവ് പറഞ്ഞു, പിന്നീട് നിങ്ങൾക്ക് ലഭിക്കും, അത് മതിയല്ലോ എന്ന്. അപ്പൊ ഇത്തവണത്തെ ആ 1 മണിക്കൂർ കൂടിക്കാഴ്ച, അല്ലെ 4-5 മിനിറ്റ് നേരം പിതാവിന്റെ മുമ്പിലായിരുന്നത് ഒരു സ്വർഗീയ ആനന്ദം നൽകുന്ന, നമുക്ക് ജീവിതത്തിൽ ഒരു വലിയ, എന്നെ സംബന്ധിച്ചോളം ശുശ്രൂഷയുടെ ഒരു പുനർസമർപ്പണത്തിന്റെ നിമിഷങ്ങളായിരുന്നു അത്. പിറ്റേ ദിവസം പിതാവ് ഒരുമിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. അതും വലിയൊരു അഭിഷേകമായിരുന്നു എന്ന നമ്മൾ എല്ലാവർക്കും എല്ലാവർക്കും. അതുകൊണ്ട് ഹൃദയത്തിൽ പിതാവിന്റെ ആ സ്നേഹം, കരുതൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് വലിയ സാമ്പത്തിക ബാധ്യതയും വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും ഈ യാത്ര മറ്റന്നാൾ പോവുകയും ആ സംസ്കാര ചടങ്ങില് പങ്കെടുക്കാനുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് പോകുക. അത് ദൈവത്തിന്റെ ഒരു കൃപയായിട്ട് അതിന്റെ വിസ അന്ന് കിട്ടിയതും ഇപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങൾ, ടിക്കറ്റ് ഏതാണ്ട് ഉറപ്പുവരുത്തി എന്നാണ് കുറച്ചു മുമ്പ് എനിക്ക് അവര് പറഞ്ഞത്. അപ്പൊ ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ പ്രോലൈഫിന്റെ സിറോ മലബാർ സഭയുടെ അപ്പോസ്റ്റലിന്റെ പ്രഥമ സെക്രട്ടറി എന്ന നിലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാ വ്യക്തിസഭകളെയും ചേർത്ത്, അല്ലെ എല്ലാ രാജ്യങ്ങളിലുള്ളവർക്കുള്ള പ്രോലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പിന്റെ പ്രവർത്തനം ഇപ്പോൾ നടക്കുകയാണ്. അതിന്റെ പ്രചോദനം അഭിനന്ദ പ്രിയപ്പെട്ട നമ്മുടെ പരിശുദ്ധ പിതാവ് തന്നെയാണ്. ആലഞ്ചേരി പിതാവും കൂവക്കാട്ട് പിതാവും നമ്മുടെ കേരളത്തിലെ എല്ലാ പിതാക്കന്മാർക്കും ആഗോള തലത്തിലെ കേരളത്തിലെ നമുക്കൊരു ഡിവൈൻ ധ്യാന കേന്ദ്രം ലോകത്തിന് മാതൃകയാണല്ലോ. ലോകം മുഴുവൻ സജീവമാക്കുന്നു പറഞ്ഞ പോലെ കേരളത്തിലെ കുടുംബ സംസ്കാരം, പ്രോലൈഫിന്റെ മുന്നേറ്റമൊക്കെ എല്ലാ വ്യക്തിസഭകളിലും എത്തിച്ചേർന്ന് നമുക്കൊരു ജീവന്റെ സംസ്കാരം സാർവത്രികമായി എത്തിക്കുവാനുള്ള ഒരു പരിശ്രമത്തിന്റെ വലിയ അഭിഷേകം, അനുഗ്രഹമാണ് പിതാവ് നൽകിയത്. ഞാൻ പിതാവിനെ ഓർക്കുന്നത് മറ്റൊന്ന്, ഇതുപോലെ വാക്കും പ്രവർത്തനവും തമ്മില്, പ്രോലൈഫ് എന്ന് പറയുമ്പോൾ അബോർഷൻ ആണെന്ന് ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഗർഭിണികളുടെ വാർഡിൽ ചെന്ന് ഓരോ കുഞ്ഞുങ്ങളെയും കയ്യിലെടുക്കുന്ന പരിശുദ്ധ പിതാവ്, അത് പ്രോലൈഫിന്റെ പ്രവർത്തനമല്ലേ? പുതിയ ജീവൻ ഭിന്നശേഷിക്കാർ എവിടെയുണ്ടോ അവിടെയൊക്കെ, അതായത് VIP അല്ല പിതാവ് കാണുന്നത്, പാർശ്വവൽക്കരിക്കപ്പെട്ട ഭിന്നശേഷി കുഞ്ഞുങ്ങളെ. കൂവക്കാട്ട് പിതാവ് ഒരിക്കൽ പറഞ്ഞു ഓർക്കുക, ഏതെങ്കിലും രാജ്യത്ത് ചെന്നാൽ ഭിന്നശേഷിക്കാരെ കാണണമെന്നും അവരുടെ ഇടയിലേക്ക് പോകാൻ പിതാവ്, അത് പ്രോലൈഫിന്റെ ദർശനമാണ്. പിന്നെ ജയിലുകളിലുള്ളവരെ കാണാൻ പോവുക. നമുക്കറിയാം, മുൻപ് ജോൺ പോൾ മാർപ്പാപ്പയാണ് പ്രോലൈഫിനെ സംബന്ധിച്ചോളം വളരെ ശക്തമായ ചാക്രിക ലേഖനം എഴുതിയത്. എന്നാൽ ആ പഠനങ്ങളൊക്കെ തന്റെ വ്യക്തിപരമായ ജീവിതത്തില് വലിയ ആവേശത്തോടെ ലോകം മുഴുവൻ പകർന്നു തന്ന പിതാവ് എല്ലാവർക്കും സ്വന്തമാണ്. പ്രോലൈഫുകാർക്ക് പ്രിയപ്പെട്ടവരാണ്. ജീവന്റെ സംസ്കാരം ഇന്ന് ലോകത്ത് എല്ലാ മതങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും എത്തിക്കുവാൻ പിതാവ് വഹിച്ച പങ്ക് എത്ര വലുതാണ്. പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിലെ ഏറ്റവും സ്നേഹിച്ച, ഇന്ത്യയെ സ്നേഹിച്ച, കേരളത്തെ സ്നേഹിച്ച, അല്ലെ കൂദാശകളെയും പാരമ്പര്യങ്ങളെയും നിലനിർത്താൻ സഹായിച്ച പിതാവ്. ഒത്തിരിയേറെ കടപ്പാട് നമുക്ക് കേരളത്തിനുണ്ട്, ഭാരതത്തിനുണ്ട്. എറണാകുളത്തെ വിശുദ്ധ കുർബാനയുടെ കാര്യത്തില് താഴോട്ട് വന്ന് ആ വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് സഭയോട് ചേർന്ന് നിൽക്കണമെന്നുള്ള പിതാവിന്റെ ആ ഒരു കരുത്തുട്ട, കൃപ നിറഞ്ഞ ആ കാരുണ്യത്തിന്റെ വചനം മാത്രം മതിയല്ലോ കേരളത്തിലെ മുഴുവൻ വിശ്വാസികൾക്ക് പിതാവിനെ സ്നേഹിക്കാൻ. അതുകൊണ്ട് ഈ ഗുഡ്നസ് ടിവിയുടെ ഈ മനോഹരമായ ഇന്നലെ മുതലുള്ള പ്രോഗ്രാം ഞാൻ കാണുന്നു. അവരൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക്, ഞാൻ മറ്റൊന്ന് സൂചിപ്പിക്കുന്നത്, നമുക്കൊരു ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ അനുഗ്രഹിച്ചതുപോലെ, അല്ല ചിത്രം കാണുന്നവർക്ക് പോലും പാപ്പയോടൊരു ഇഷ്ടം തോന്നുന്ന ഒരു പാപ്പ. അങ്ങനെയാണെങ്കിൽ അടുത്തു കണ്ടാൽ, അനുഗ്രഹം സ്വീകരിച്ചാൽ അവരുടെ മനസ്സിൽ എന്തായിരിക്കും? മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചോളും, അല്ലെ ഞങ്ങളുടെ കൂടെ അന്ന് ചങ്ങനാശ്ശേരിന്ന് പോയവരോ, അല്ലെങ്കിൽ ചാവറ പിതാവിനെയും എബ്രാസ്യമ്മയും പ്രഖ്യാപിച്ചപ്പോ പോയ കേരളത്തിൽ നിന്നുള്ള നിരവധി വൈദികരും 300ഓളം വരുന്ന, അന്നൊക്കെ ധാരാളം പേര്, ഡോക്ടർ KS രാധാകൃഷ്ണൻ, M തോമസ് മാത്യു തുടങ്ങിയ ഇവരെല്ലാം തന്നെ പിതാവിന്റെ ആരാധകരാണ്. അതുകൊണ്ട് ലോകം ഇന്ന് വേദനിക്കുന്നു, വളരെ സങ്കടപ്പെടുന്നു. പിതാവ് പ്രത്യാശ നൽകാത്ത മനുഷ്യരില്ല.
അതുകൊണ്ട് ഈ നാളുകളില് പിതാവിനെ ഒരു ആഘാതമാണ് പിതാവ് ഈ അസുഖം അതിജീവിച്ചു എന്ന് കേട്ട് വളരെ പെട്ടെന്ന് പിതാവ് നഷ്ടപ്പെടുമ്പോൾ ആലഞ്ചേരി പിതാവ് ഒരു മാസം മുമ്പ് പറഞ്ഞു പിതാവ് അതിജീവിക്കും, ഒരു കുഴപ്പമില്ലാതെ പിതാവ് മുന്നോട്ട് പോകും. എല്ലാവരുടെയും പ്രതീക്ഷയായിരുന്നു. എന്നാല് തികച്ചും അപ്രതീക്ഷിതമായി ഓടി ഈസ്റ്റർ ദിവസം പോലും ഓടി നടന്ന എല്ലാവരെയും അനുഗ്രഹിക്കാൻ ഓടിയെത്തിയ പിതാവ് പെട്ടെന്ന് നഷ്ടപ്പെട്ടപ്പോൾ അത് നമുക്കൊരു ആഘാതം തന്നെയാണ്. സാർവത്രിക സഭയുടെ അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട പിതാവ്, സഭയെ ശക്തമായി നയിച്ച, അല്ലെങ്കിൽ ഇന്നിപ്പോ പല ചർച്ചകളിലും വരാൻ പോകുന്നവരെ കുറിച്ചൊക്കെ പറയുന്നു. എന്നാൽ കാലഘട്ടത്തിനൊത്ത എല്ലാ മതങ്ങൾക്കും പറയാ, കേരളത്തിൽ നിന്ന് പോയ, ഞങ്ങൾ പോകുന്നതിന്റെ തലയാഴ്ചയായിരുന്നല്ലോ കേരളത്തിൽ നിന്ന് ധാരാളം പേര് പോയത്. അവരൊക്കെ എന്ത് ആദരവോടെയാണ് പിതാവിനെ കുറിച്ച് സംസാരിക്കുന്നത്. അത്ഭുതം തോന്നുമല്ലേ? ഓരോ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂറുകണക്കിന് മനുഷ്യരെ കാണുക, അവരെ സ്നേഹിക്കുക, കൊണ്ടുവരുന്നു, സ്വീകരിക്കുക, അവർക്ക് സമ്മാനം കൊടുക്കുക. ഒരു വലിയ, അങ്ങനെ നമ്മുടെ സഭയെ, സമൂഹത്തെ, ഭൂമിയെ മൊത്തം മുന്നിൽ കണ്ടുകൊണ്ട് ഭൂമിയെ ദൈവത്തിലേക്ക് ഉയർത്തുവാൻ, ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും എന്താ പറയാ, ദൈവോന്മരാക്കുവാൻ പരിശ്രമിച്ച, ഞാൻ ഈ ചിത്രം കാണുമ്പോൾ നടന്നുപോയ വഴികളൊക്കെയാണ് ഇപ്പൊ കാണുന്നത്. റോമിന്റെ ഒന്ന് ഓർത്ത്, എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് തന്റെ ആ രാജകൊട്ടാരത്തിൽ താമസിക്കാതെ, അല്ലെങ്കിൽ ആ വസതിയിൽ വിട്ട് ആ താഴെ പണ്ടുണ്ടായിരുന്ന, താൻ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ എവിടെ താമസിച്ചോ അവിടെ തന്നെ താമസിച്ചുകൊണ്ട് സഭയുടെ പാരമ്പര്യങ്ങളും ചരിത്രവും ഒക്കെ നിലനിർത്തിക്കൊണ്ട്, എന്നാൽ അതിനെ ജീവിതം കൊണ്ട് വ്യാഖ്യാനിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയെ എന്നും ഹൃദയത്തിൽ, ഇനി എത്ര വർഷം കഴിഞ്ഞാലും ആർക്കും മറക്കാൻ മേലാത്ത, അല്ലെ പുതിയൊരു സംസ്കാരം, ജീവന്റെ, സ്നേഹത്തിന്റെ, കരുതലിന്റെ ആ ഓരോ ചിത്രവും ഇപ്പൊ ഞാൻ കാണുകയാണ്. വിറ്റ്നസ് എത്ര മനോഹരമായിട്ടാണ് നൽകുക. അങ്ങനെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് എന്നാൽ നമ്മൾ ഈ വത്തിക്കാൻ സ്ക്വയറിൽ ഞാൻ പലവണ പോയിട്ടുണ്ടല്ലോ, അവിടെ ആ നിറഞ്ഞു കവിഞ്ഞ് ഇപ്പൊ കാണുന്ന ചിത്രം ഓർക്കുക. അവിടെയുള്ള മനുഷ്യരുടെ ഒരു ആവേശം, അവര് ആ ദൂരെ അങ്ങ് ആ മോളിൽ നിന്ന് കാണുമ്പോ അവരിലേക്കൊരു, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഹൃദയത്തിലേക്ക് നമ്മൾ ധ്യാനം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണർവ് പോലെയാണ് ദൂരേന്ന് കാണുക. ഈ ചിത്രം നമ്മൾ ആദ്യം വന്ന് പ്രഖ്യാപിച്ചപ്പോ ഓർക്കുന്നില്ലേ, അന്ന് ആദ്യമായി പാപ്പയായിട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ വീടുകളില്, നമ്മുടെ ഹൃദയങ്ങളില് സ്വന്തം ഒരാൾ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയായതുപോലെ ഒരു പ്രതീതി ഉണ്ടായി. ഞാൻ ഓർക്കുകയാണ്, ആലഞ്ചേരി പിതാവ് കർദിനാള്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ക്ലിനിസ് പിതാവ് ഏറ്റവും അവസാനം ഗോക്കാട്ട് പിതാവുമായിട്ട് കേരളത്തിൽ വെച്ച് കണ്ടപ്പോഴും അവിടെ റോമിൽ എത്തപ്പോഴും സ്വന്തം പിതാവും പുത്രനും എന്നുപോലെ കൂടെയുള്ളവരെ കരുതുന്ന, സ്നേഹിക്കുന്ന ആ പിതാവിന്റെ വേർപാട് എല്ലാവർക്കും വേദനയും സങ്കടകരമാണ്. നിറഞ്ഞു നിൽക്കുന്ന ആ സമൂഹത്തും അവരോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഞാൻ വളരെ പെട്ടെന്നുള്ള യാത്രയ്ക്ക് എനിക്ക് ഒരുക്കങ്ങൾ നടത്തുകയാണ്, പങ്കെടുക്കുവാനും ആ പിതാവിന്റെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പ്രോ ലൈഫിന്റെ ദർശനവും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദീർഘവീക്ഷണവും ജീവന്റെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. അപ്പൊ താങ്കൾ ഈ നമ്മുടെ പ്രോ ലൈഫിന്റെ ലോഗോ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഫ്രാൻസിസ് മാർപ്പാപ്പ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നോ? അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോ കൗവക്കാട്ട് പിതാവ് തൊട്ടടുത്ത് ഉണ്ടായിരുന്നല്ലോ. പിതാവ് ഓരോരുത്തരെ കുറിച്ചും ചെറിയ സൂചന അദ്ദേഹത്തിന്റെ വ്യക്തമായ ഭാഷയില് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെയാണ്, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ പ്രോലൈഫിന്റെ, KCBC പ്രോലൈഫിന്റെ മുൻ പ്രസിഡന്റ് മാനിമേറ്ററുമാണല്ലോ ഞാൻ. അപ്പൊ പ്രോലൈഫിനെ കുറിച്ചുള്ള സൂചനയാണ് തൊട്ടടുത്ത് നിന്നുകൊണ്ട് പൂവക്കാട്ട് പിതാവ് പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ സ്നേഹത്തോടെ സ്വീകരിക്കാനുള്ള ഒരു സന്നദ്ധത അദ്ദേഹത്തിനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അനുഗ്രഹവും അഭിനന്ദനങ്ങളും പിതാവ് അറിയിച്ചു. ആ ലോഗോയെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. അതിന്റെ കോപ്പി പിതാവിന് കൊടുത്തു. പിന്നീട് അവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകൾക്ക്, അവിടുത്തെ മറ്റ് ജസ്യൂട്ട് അച്ഛന്മാർ മുഖാന്തരമാണ് കൊടുത്തത്. അപ്പൊ പിതാവ് ഒരു പ്രോലൈഫിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട അൽമായൻ എന്ന നിലയിൽ വളരെ സ്നേഹവും വളരെ അഭിനന്ദനങ്ങളും ആണ് പിതാവിന്റെ വാക്കുകളിൽ നിറഞ്ഞത്. തീർച്ചയായിട്ടും സാബുചാറിന് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അവസാന നിമിഷങ്ങളിൽ, കഴിഞ്ഞ ഡിസംബർ മാസമാണ് അല്ലെ, ഈ ക്രിസ്മസ് സമയത്താണ്, ഡിസംബർ 7 തീയതി കണ്ടത്. അതിനുശേഷം നമ്മളത് ആ വാർത്തകളെല്ലാം കണ്ടിരുന്നു. അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടതും ഈ കണ്ട ദൃശ്യങ്ങളെല്ലാം ക്രൈസ്തവ മാധ്യമങ്ങളിലെല്ലാം വന്നിരുന്നു. പക്ഷേ അന്നൊന്നും ഒരുപക്ഷെ മനസ്സിൽ പോലും ചിന്തിച്ചിരുന്നില്ല ഇതെല്ലാം വളരെ അടുത്തൊരു ഭാഗ്യം, അതായത് മാർപ്പാപ്പയുടെ ആ ഒരു കടന്നുപോകലിന് മുമ്പുള്ള ഒരു വളരെ ചുരുക്കം പേർക്ക് ലഭിച്ചൊരു ഭാഗ്യമായി തന്നെ ഇത് മാറും.
അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്നൊന്നും സാബുചേട്ടൻ ചിന്തിച്ചിരുന്നില്ല. ഇല്ല. കാരണം ഈ ഏപ്രിൽ ജൂബിലി വർഷത്തില് നമ്മുടെ പോക്കാട്ട് പിതാവ് പറഞ്ഞിരുന്നു, ഇന്ത്യയിലേക്ക് വരിക എളുപ്പമല്ല, കാരണം ജൂബിലി വർഷം പിതാവ് ഇങ്ങ് പോകില്ല, മുഴുവൻ സമയം റോമിൽ തന്നെ ആയിരിക്കുമെന്ന്. അപ്പൊ റോയി കണ്ണഞ്ചിറ നമ്മുടെ ഭിന്നശേഷിക്കാരൊക്കെ ഒരുമിച്ച് ഞങ്ങൾ ഈ ജൂലൈയില് 35ഓളം പേര് പോകാനുള്ളൊരു പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ ഈ അസുഖം വന്നതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത്. പോക്കാട്ട് പിതാവ് തന്നെ പറഞ്ഞു, ഇത്തവണ വന്നാൽ നിങ്ങൾക്ക് പിതാവിനെ കാണാൻ കഴിയുകയൊക്കെ ഇല്ലാന്ന്. തൃശ്ശൂരിന്റെ ലോഫിന്റെ പ്രവർത്തകര്, പ്രോലൈഫിന്റെ, അവര് മെയ് മാസം അവസാനം പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് ടിക്കറ്റ് മാത്രം മതിയില്ല, വിസ ഉള്ളത് കൊണ്ട്. അപ്പൊ വീണ്ടും പിതാവിനെ കാണാൻ പറ്റും. പിതാവ് വർഷങ്ങളോളം നമ്മുടെ ഇടയിൽ, ഇന്ത്യയിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഈ ദേശീയ പതാക എന്റെ കയ്യിൽ കരുതുമ്പോ, ഇന്ത്യയിൽ വരുമ്പോ, കേരളത്തിൽ വരുമ്പോ പിതാവിനെ കാണാൻ ഈ ദേശീയ പതാകയുമായി പോകണമെന്നായിരുന്നു എന്റെ വലിയ ആഗ്രഹം. കാരണം ചിനാത് തിരുശേഷിപ്പ് പോലെ സൂക്ഷിക്കുക, നമ്മുടെ രാജ്യത്ത് വന്നില്ലെങ്കിലും നമ്മുടെ രാജ്യത്തെ സ്നേഹിച്ച, പ്രത്യേകിച്ച് രാജ്യത്തെ അനുഗ്രഹിച്ച പ്രധാനമന്ത്രിയൊക്കെ ചെന്നതല്ലേ. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ, എനിക്ക് ഒരുപക്ഷെ ഈ കൊടി പിതാവ് മുമ്പ് ആശീർവദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പിതാവിന് മുമ്പിൽ എത്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് പിറ്റേ ദിവസം കുർബാനയില് ഈ കൊടിയാണ് ഞങ്ങൾ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് പോയി ഉയർത്തിയത്. അപ്പം പിതാവ് ഇന്ത്യയിൽ വന്നില്ല എങ്കിലും ഞാൻ ഈ ദേശീയ പതാക പിതാവ് എന്റെ കയ്യില് ഇരിക്കെ അതിനെ ആശീർവദിച്ചപ്പോ ഈ കൊടി ഉണ്ടായിരുന്നത് രാജ്യത്തിൽ ലഭിച്ച ഒരു വലിയ ദേശീയ പതാക എങ്ങനെയല്ലേ എന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ കേരളം എന്ന് കേൾക്കുമ്പോൾ പിതാവിന് വലിയ ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈൻ ധ്യാനകേന്ദ്രം പോലെ ലോകത്തിന് മാതൃകയായ ധ്യാനകേന്ദ്രങ്ങള്, ജീവിത വ്യവസ്ഥകള്, പ്രോലൈഫ് ആണെങ്കിൽ കുഞ്ഞുങ്ങളെ ആദരിക്കുന്ന, ലോകത്ത് എവിടെയും നടത്താത്ത ഒത്തിരി കുഞ്ഞുങ്ങളും കുടുംബങ്ങളെ ആദരിച്ച പ്രവർത്തനങ്ങള്. അതുകൊണ്ട് കേരളത്തിൽ കേൾക്കുമ്പോൾ, ഇന്ത്യയിൽ കേൾക്കുമ്പോൾ പിതാവിന്റെ മുഖത്ത് കാണുന്ന, ഞാൻ അന്ന് 1 മണിക്കൂർ നേരം 30ഓളം പേരല്ലേ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കേരളത്തിൽ നിന്ന് പോയി, അവരെ പിതാവിന്റെ തറവാട്ടിൽ നിന്ന് ആരോ വരുന്നത് പോലെ ഒരാവേശം. നമുക്ക് മലയാളികളോട് പിതാവിനൊരു സ്നേഹത്തിന്റെ കരുതല് ആ അവസാനത്തെ ആളെ കാണും വരെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിതാവിന്റെ ഈ വേർപാട് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. 8-10 വർഷമൊക്കെ പിതാവ് നമ്മുടെ കൂടെ ഉണ്ടാകും, കേരളത്തിൽ വരും, കൊച്ചിയിൽ വരും, അന്നും വീണ്ടും കാണാമെന്നുള്ള വലിയ ആഗ്രഹമാണ് എനിക്കുണ്ടായിരുന്നത്. അത് കഴിയാത്തതിൽ ദുഃഖം, വിഷമമുണ്ട്, വളരെ ഒരു അസ്വസ്ഥത നമുക്ക് അനുഭവിക്കുകയാണ്. അപ്പൊ വേർപാടിന്റെ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും ആ വിഷമം നിലനിൽക്കുന്നു. എല്ലാവർക്കും ആ ഒരു ദുഃഖമുണ്ട്. കാരണം ഭാരതത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തുമെന്ന് ഒരുപാട് പേർ പ്രതീക്ഷിച്ചിരുന്നു. ഭാരതം സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായി തിരഞ്ഞെടുക്കാൻ പോകുന്നത് കേരളമായിരിക്കുമെന്ന് വളരെയധികം ഉറപ്പുണ്ടായിരുന്നു. കേരളത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലായിരുന്നു നമ്മളെല്ലാവരും തന്നെ. അത് സാധിക്കാതെ പോയതിലെ ദുഃഖം എല്ലാവർക്കുമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തെ മാർപ്പാപ്പ ഇപ്പൊ സാബുചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തെ മാർപ്പാപ്പ സ്നേഹിച്ചിരുന്നു. ഞങ്ങൾ ഇതിനു മുമ്പ് ലൈവിലും ആ ഒരു വിഷയം ചർച്ച ചെയ്യുന്നു. കേരളത്തെ എന്ന് കേൾക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴും ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് സൗത്ത് ഇന്ത്യ, കേരളം എന്നൊക്കെ പലപ്പോഴും പലരും എടുത്ത് ചോദിച്ചതൊക്കെ നമുക്ക് പല വാർത്തകളും അറിയാൻ സാധിച്ചിട്ടുണ്ട്. വിറ്റ്നസ് ടിവിയുമായി കുവക്കാട്ട് പിതാവ് നടത്തിയ അഭിമുഖവും മറ്റൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. ആ സമയത്തൊക്കെ കേരളത്തോടുള്ള പിതാവിന്റെ കരുതൽ നമുക്കറിയാമല്ലോ. കൂടെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു വൈദികൻ, അദ്ദേഹത്തെ ആണല്ലോ ഒറ്റയടിക്ക് കർദിനാളാക്കിയത്. അത് നമ്മുടെ കേരളത്തോട്, ഭാരതത്തോട്, സിറോ-മലബാർ സഭയോട്, എല്ലാവരോടും. കേരളം എന്ന് പറയുമ്പോൾ വ്യക്തിസഭകൾ 3, എത്ര കൂട്ടായ്മയാണ് നമ്മള്. അതുകൊണ്ട് പിതാവിന്റെ മനസ്സിൽ പലപ്പോഴും എനിക്ക് അടുത്ത് പ്രവർത്തിക്കുന്ന അവിടുത്തെ പല മലയാളി അച്ഛന്മാര് അല്ലെ പിതാവുമായി ബന്ധപ്പെട്ടവരെന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്, കേരളം എന്നത് 3 വ്യക്തിസഭകളുടെ വലിയ സ്നേഹത്തിന്റെ കൂട്ടായ്മ, ലോകത്തിന് വചനപ്രഘോഷണത്തിന്റെ വലിയ സാധ്യതകളും മാതൃകയും നൽകിയത് കേരളമാണ്. കാരുണ്യ പ്രവർത്തനങ്ങള്, അങ്ങനെ നമുക്ക് കേരളത്തിൽ നിന്ന് കേരളത്തിന്റെ കുറിച്ച് തന്നെ തോമാശ്ലീഹയുടെ പാരമ്പര്യമുള്ള പൗരസ്ത്യ സഭകള്, സാർവത്രിക ലത്തീൻ സഭയുടെ ശക്തമായ സ്വാധീനം, ഇതൊക്കെ പരിശുദ്ധ പിതാവിന് കേരളത്തോട്, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടുത്തെ പിതാക്കന്മാരോട് വലിയ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു. എനിക്ക് പടിയറ പിതാവിനോടൊപ്പവും പിന്നീട് വർക്കി പിതാവിനോടൊപ്പം ഒക്കെ പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചതാണ്. ഇപ്പോൾ ആലഞ്ചേരി പിതാവും ഇപ്പൊ തട്ടിൽ പിതാവും. അപ്പൊ നമ്മുടെ സഭയുടെ പിതാക്കന്മാരെ കാണുന്നതിന്റെ മറ്റൊരു കാരണം, ലത്തീൻ സഭയുടെ അല്ലെങ്കിൽ ലോകത്ത് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും മലയാളികളായ വൈദികർ ആ സന്യാസഭകളിലുണ്ട്, അല്ലെങ്കിൽ ആ ദേശത്തുണ്ട്, ഇടവകയിലുണ്ട്. അപ്പം ഈ കേരളത്തിന്റെ വിശ്വാസ പാരമ്പര്യവും അതിന്റെ ആ തനിമയും സവിശേഷതയും പിതാവിന്റെ ഹൃദയത്തിൽ അത് മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ട് എന്ന് കേരളത്തിലുള്ള നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞറിയാം. ആലഞ്ചേരി പിതാവും അതുപോലെ തട്ടിൽ പിതാവ്
നമ്മുടെ നമുക്കറിയാം ചക്കാലക്കൽ പിതാവും അതുപോലെ തന്നെ കളത്തിപ്പറമ്പിൽ പിതാവ് ഇന്നലെ POC-യിൽ അനുസ്മരിച്ചപ്പോഴൊക്കെ ഭാരതത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് പറയുമ്പോൾ ഏതോ ഒരു ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മളിവിടെ പരസ്യത്തിൽ പറയുമെങ്കിലും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ മനുഷ്യരാണ്. കാരണം വത്തിക്കാനിൽ സേവനം ചെയ്യുന്ന സിസ്റ്റേഴ്സ്, വൈദികര്, പല ഡിപ്പാർട്ട്മെന്റിലുള്ളവര്, ജീസസ് യൂത്തിന്റെ നമുക്കറിയാം അന്തർദേശീയ നേതാക്കന്മാരായ പേര് ഞാൻ എടുത്തു പറയുന്നില്ല, അവരെല്ലാം കേരളത്തിൽ നിന്നുള്ളവരാണ്. അവരുടെ നന്മയും അങ്ങനെ പല സ്ഥലത്തു നിന്ന് നമ്മുടെ വൈദികരുടെയും സമർപ്പിതരുടെയും അൽമായ പ്രേക്ഷിതരെയും ഒക്കെ പരിചയപ്പെടുമ്പോൾ എവിടെയാന്ന് ചോദിക്കുമ്പോൾ വലിയ പ്രവർത്തനം നടത്തുന്നവർ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ പറയുമ്പോൾ ആ കേരളത്തിൽ വരുവാൻ പിതാവിന് ഏറെ ആഗ്രഹമുണ്ടായിരുന്നു എന്നതും അത് സാധിച്ചില്ല എന്നത് രാജ്യത്തിന്റെ കുഴപ്പമോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഒന്നും കുഴപ്പമായിട്ട് ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോ ഈ വർഷം ജൂബിലി വർഷത്തില് ഗോകാട്ട് പറഞ്ഞത്, പിതാവ് പറഞ്ഞത് വിശ്വസിക്കാൻ നമുക്ക്, ജൂബിലി വർഷത്തിൽ യാത്രകൾ ഒഴിവാക്കും. അപ്പൊ 2026 ജനുവരിയില് പിതാവ് വരാനുള്ള സാധ്യതയായിരുന്നു. ഗോകാട്ട് പിതാവിന്റെ ആ സംഭാഷണത്തിലും നമ്മുടെ അന്തോസ് പിതാവും അല്ലെങ്കിൽ മറ്റു പിതാക്കന്മാരൊക്കെ സംഭാഷണത്തില് അവരും പ്രതീക്ഷിച്ചത് 2026 എന്റെ പ്രതീക്ഷ. പക്ഷെ പിതാവ് ദൈവസന്നിധിയിലായിരിക്കുന്നു. കേരള സഭയുടെ നന്മയ്ക്കും നമ്മുടെയൊക്കെ ആധ്യാത്മിക അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ അല്ലെ എല്ലാ സാധ്യതകളിലേക്കും കൂടുതലായി എത്താൻ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനയും മധ്യസ്ഥയും നമുക്ക് ലഭിക്കും. അങ്ങനെ പുതിയ പാപ്പ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഫ്രാൻസിസ് പാപ്പ കൊണ്ടുവന്ന ആ വലിയ ജീവന്റെ അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ കരുതലിന്റെ സംസ്കാരം കേരളത്തിൽ ലോകം മുഴുവൻ സജീവമാകുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ പരിശുദ്ധ പിതാവിനെ സജീവമായിട്ട് നമ്മൾ കണ്ട പിതാവിനെ ഇനി ഒരു എന്താ പറയാ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴും പിതാവ് ഇനി അവിടെ ഇല്ല. ഭിന്നശേഷിയുടെ ജൂബിലിയുടെ ഒക്കെ വരുമ്പോ ഒരിക്കൽ കൂടി പിതാവിനെ പോയി കാണാം. അല്ലെങ്കിൽ സാർവത്രിക സഭയുടെ വിവിധ വ്യക്തിസഭകളില് പ്രൊലൈഫിന്റെ ഗ്ലോബൽ ഫെലോഷിപ്പ് സജീവമാക്കുമ്പോൾ പിതാവിന്റെ പ്രത്യേകമായ നേതൃത്വം ഇടപെടലും പിതാവ് പങ്കെടുക്കുന്ന ചില പ്രോഗ്രാം പോലും അസീസിയിലും പാതുവയിലും ഒക്കെ സംഘടിപ്പിക്കുവാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പലരോടും പങ്കുവച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പിതാവിന്റെ ആത്മീയ അരൂപി നമ്മളിൽ ഉണ്ടാകും, നമ്മൾക്കൊക്കെ ലഭിക്കും എന്നാണ് എന്റെ വിശ്വാസം. പിതാവിനെ കുറിച്ച് പറയുവാൻ ഒരു ഭാഗ്യം. എനിക്ക് തോന്നുന്നു കേരളം അദ്ദേഹം സ്നേഹിച്ചിരുന്നു. ഇനി കേരളത്തെ അദ്ദേഹം ഹൃദയം കൊണ്ട് തൊടും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അദ്ദേഹം സ്വർഗത്തിലിരിക്കുമ്പോൾ കേരളത്തിലെയും ഈ സഭയെയും പ്രത്യേകിച്ച് നമ്മുടെ സഭയിലുള്ള പല വിഷയങ്ങളിലും അദ്ദേഹം നേരിട്ടിടപെട്ടിരുന്നു. അതെല്ലാം ഇനി സ്വർഗത്തിൽ ഇരുന്ന് മാധ്യസ്ഥം അപേക്ഷിച്ച് അദ്ദേഹം മാറ്റും, അല്ലെങ്കിൽ അതെല്ലാം ഒന്ന് നേരെയാക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം കേരളത്തിലെ ആ ഒരു വിഷയങ്ങളെല്ലാം മാർപ്പാപ്പയുടെ ഉള്ളിൽ അത് ഉണ്ട്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്നു. പലപ്പോഴും ഒരു വേദനയായിട്ടും അദ്ദേഹം ഒരു പ്രാർത്ഥനയായിട്ടൊക്കെ അതിനെ മാറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്. പലപ്പോഴും ഇനി അതിനൊരു മാറ്റം. ഇന്ന് പകല് ഞാന് വന്ന അനേക വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടത് ഗുഡ്നസ് TV-യിൽ വന്ന വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് പറഞ്ഞ പിതാവിന്റെ ആ വീഡിയോ മെസ്സേജ് ഗുഡ്നസ് കൊടുത്തത് എത്രയോ ഗ്രൂപ്പിൽ ഇന്ന് ഞാൻ കണ്ടു. അപ്പൊ അതിന് അടിഗ്രൂപ്പിൽ ആൾക്കാർ എഴുതി പിതാവിന്റെ ആഗ്രഹം നാം അനുവദിച്ച് അല്ലെങ്കിൽ പൂർണ്ണ രൂപത്തിലായില്ലല്ലോ എന്നത്. അപ്പൊ നമുക്കറിയാം സാർവത്രിക നമ്മളൊരു സ്വകാര്യ സംഭാഷണമല്ല, പൊതുസമൂഹം അറിയുമെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ വ്യക്തിസഭകളിലെ ഓരോ ആരാധനക്രമവും ഏകീകൃതമായി വേണമെന്ന് സഭയുടെ പൊതു തത്വമാണല്ലോ. 25 വർഷം മുമ്പ് നമ്മുടെ പിതാക്കന്മാർ തീരുമാനിച്ച് പരിശുദ്ധ പിതാവ് അംഗീകരിച്ച ആ വിശുദ്ധയുടെ കുർബാനയുടെ ഏകീകരണം പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയില് നടപ്പാക്കാതെ വന്നപ്പോ ലോകത്ത് ഒരു മാർപ്പാപ്പമാരും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ആരും ചെയ്യുമോ എന്നും അറിയില്ല. പരിശുദ്ധ പിതാവ് നേരെ വന്നപ്പോ നമ്മള് ഈ ഓൺലൈനിൽ വരുന്നത് പോലെ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുക ചെയ്തത്. ഈ കൂട്ടായ്മയില് സഭയോടൊത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ അരൂപിയിൽ വേണമെന്ന് അതിന്റെ വലിയ സൂചനകൾ ഉണ്ട് കേട്ടോ. എറണാകുളം രൂപതയില് ഇത്തവണ വിശുദ്ധ നമ്മുടെ ഈസ്റ്റർ ദിനങ്ങളില് ഏകീകൃത കുർബാന തന്നെയാണ് തട്ടിൽ പിതാവ് 4 പള്ളിയിൽ അവതരിപ്പിച്ചത്. വലിയ മാറ്റമുണ്ട്. പ്രതിസന്ധികളൊക്കെ മാറുന്നു. തീർച്ചയായിട്ടും നേരത്തെ അവിടുന്ന് പറഞ്ഞതുപോലെ വരും ദിനങ്ങളില് പരിശുദ്ധ പിതാവിന്റെ ആ ആഹ്വാനം പൂർണ്ണ രൂപത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാൻ എറണാകുളം രൂപതയിലെ പരാരിവട്ടത്തെ ഇടവയിലാണല്ലോ. ഈ രൂപതയിലെ വിശ്വാസികളുടെ മനസ്സിലൊരു വേദനയുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ വൈദികർക്കും ആ വേദനയുണ്ട്. ആ വേദന ഒരു വിജയമാക്കി മാറ്റും വരും ദിനങ്ങളില്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എറണാകുളം രൂപതയിലെ ചില പ്രതിസന്ധികൾ നിലനിന്നതും ഒക്കെ എല്ലാവരുടെയും വേദനയാവും ഉണ്ട്. പരിശുദ്ധ പിതാവ് ആഗ്രഹിച്ച് നടക്കാതെ പോയ, അല്ല പിതാവ് ആഗ്രഹിച്ച് പൊതുസമൂഹത്തോട്
പറഞ്ഞതും ആ കാര്യം നടപ്പാക്കാൻ പിതാവ് ഇതാ സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം മുതൽ നമ്മോടൊപ്പം സജീവമായി പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം. ഇന്നലെ നമ്മുടെ തട്ടിൽ പിതാവിന്റെ ആ സന്ദേശത്തിലോ സൂചനയുണ്ട്. നമ്മുടെ പിതാക്കന്മാരെല്ലാം അത് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഒരു പ്രതിസന്ധിയുമില്ലാത്ത സാർവത്രിക സഭയില് ഏറ്റവും ശക്തമായ സിറോ മലബാർ സഭ, സിറോ മലങ്കര സഭ, കേരള കത്തോലിക്ക സഭ, 3 സഭകളും കൂടെ നമ്മുടെ നാട് എന്നും ലോകത്തിന് ഒരു എതിർസാക്ഷ്യമാകാതെ അനുഗ്രഹമാകുവാൻ ഫ്രാൻസിസ് പാപ്പയുടെ മധ്യസ്ഥത നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ കേൾക്കുന്നവരും കാണുന്നവരും അതുപോലെ തന്നെ പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾ പങ്കെടുക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ നിറയട്ടെ. നമുക്ക് പിതാവിന്റെ വലിയ അനുഗ്രഹം മാത്രമല്ല, ഒത്തിരി പേരെ വിശുദ്ധരായി പ്രഖ്യാപിച്ച മർത്തരേസ്യയൊക്കെ വിശുദ്ധയായി പ്രഖ്യാപിച്ച പിതാവ് അതിവേഗം പരിശുദ്ധ പിതാവ് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുകയും അതിന്റെ അനുഗ്രഹം എക്കാലവും സഭയിൽ വണങ്ങുവാൻ തക്കവണ്ണം കാരണമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ വിഷയം നമുക്ക് ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് വളരെ പെട്ടെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. അത് എനിക്ക് തോന്നുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാര്യത്തിലും സഭയിലൊരു കാരണം അത്രമാത്രം വിശുദ്ധമായ ഒരു ജീവിതം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കാലഘട്ടത്തെ ഈശോയ്ക്ക് മുമ്പും ഈശോയുടെ മരണശേഷവും എന്ന രീതിയിലൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുന്ന പോലെ കത്തോലിക്ക സഭയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മുമ്പും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷവും എന്നൊരു തരത്തിലേക്ക് ഇനി മാറാൻ സാധ്യതയുണ്ട്. കാരണം അതേപോലുള്ള മാറ്റങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയിൽ കൊണ്ടുവന്നത്. എളിയവനായിട്ട് ഒരു വളരെ സാധാരണ ഒരു വ്യക്തിയെ കാണുന്നത് പോലെ തന്നെ അദ്ദേഹം കാണുന്നു ഓരോ വ്യക്തിയോടും. ഇപ്പം നമ്മളുമായി ബന്ധപ്പെട്ട് ഇതുമായി ഒരു അനുഭവം പങ്കുവെക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിട്ട് കണ്ട പലവരും, തൊട്ട് മുമ്പ് തന്നെ വന്ന ഒരു വൈദികൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കൈ മുറിഞ്ഞിരിക്കുമ്പോൾ മാർപ്പാപ്പയെ കണ്ടപ്പോൾ അദ്ദേഹം മറ്റൊരു കൈയിൽ പിടിച്ചു നിന്നിട്ട് ആ കൈ ഒരു ചെറിയ മുറിവാണെങ്കിൽ കൂടി അത് മാർപ്പാപ്പ പ്രാർത്ഥിച്ചു എന്നാണ്. ഒരു പോകുന്ന വഴിക്ക് സൈഡിൽ നിൽക്കുന്ന ഒരു വൈദികന്റെ ഒരു കാര്യത്തിൽ ഇത്രമാത്രം ശ്രദ്ധ ഒരു ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ കൊടുത്തുവെങ്കിൽ അത് ആ മാർപ്പാപ്പയുടെ എത്രത്തോളം വിനയം അല്ലെങ്കിൽ ലാളിത്യം അതൊക്കെ നമ്മളെ കാണിക്കുന്നതാണ്. തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്ന ഒരു വിശുദ്ധൻ എന്നൊക്കെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു മാർപ്പാപ്പ. എനിക്കൊന്ന് സാബുചേട്ടനും വളരെ ഭാഗ്യം കിട്ടി. ആ മാർപ്പാപ്പയിൽ നിന്ന് ഞങ്ങൾ ആ പിക്ചറുകൾ വീഡിയോസ് കാണുകയായിരുന്നു. മാർപ്പാപ്പ അടുത്തിരുത്തി തലയിൽ കൈവച്ച് ആശീർവദിക്കുന്ന, ഇനി നാളെ ഒരു വിശുദ്ധനിൽ നിന്ന് ആശീർവാദം എനിക്ക് നേരിട്ട് ലഭിച്ചു എന്ന് സാബുചേട്ടൻ അത് പറയാൻ സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ആ കയ്യിലിരിക്കുന്ന പതാക ഒരു തിരുശേഷി പോലെ മാർപ്പാപ്പ ആശീർവദിച്ചത് ഞാൻ നേരിട്ട് വാങ്ങിയത് മാർപ്പാപ്പയോട് ചേർന്ന് നിന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഭാവിയിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് നാളല്ല, വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഒരു വിശുദ്ധന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി എന്നുള്ള ഒരു പറയാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കൊണ്ടുപോയ ജപമാല, എല്ലാവരുടെയും ജപമാല വെഞ്ചരിച്ചു കൊടുത്തു. പലരും പിതാവിന് അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ബേബി ചിത്രപ്പള്ളി അദ്ദേഹത്തിന്റെ സമ്മാനം കൊണ്ടുപോയത് കൊടുത്തു. ഭിന്നശേഷിക്കാരായ കാഞ്ഞിരപ്പള്ളിയിലെ കുട്ടികളുടെ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും, അങ്ങനെ എല്ലാ മലയാളികളും പിതാവിന് സമ്മാനം കൊടുത്തു, പിതാവിന്റെ ആശീർവാദം വാങ്ങി. ഞാൻ നിർത്തുമ്പോ 266 മാർപ്പാപ്പ നമ്മുടെ മനസ്സിൽ സഭയുടെ ചരിത്രത്തിൽ നേരത്തെ അവിടുന്ന് പറഞ്ഞതുപോലെ വലിയ ഒരു AD-BC എന്നൊക്കെ പറയുന്ന പോലെ 266 മാർപ്പാപ്പ എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഈ സഭയില് ഒരു കാരുണ്യത്തിന്റെ, ഒരു ഇടപെടലിന്റെ ഒരു സംസ്കാരം കൊണ്ടുവന്നു. ഇനി പുതിയ ഒരു മാർപ്പാപ്പ വന്നാലും അദ്ദേഹത്തിന് ഈ ഫ്രാൻസിസ് പാപ്പയുടെ ജീവിത ശൈലി മാറ്റാൻ പറ്റില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ജെസ്യൂട്ട് അച്ഛന്, ജിജു അച്ഛൻ, പലതും പറയാൻ മേലെങ്കിലും അദ്ദേഹത്തിന്റെ ആ പിതാവിനോടൊപ്പം ഈ ഗോകാട്ടത്തിനെ പോലെ ഒത്തിരി മലയാളികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്നാണ് ജിജി അച്ഛന്, ജെസ്യൂട്ടാണ് അച്ഛന്. അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന കുഞ്ഞു വലിയ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എന്റെ പൗരോഹിത്യത്തെ ദൃഢമാക്കുവാൻ, എന്നെ ശക്തമാക്കുവാൻ പരിശുദ്ധ പിതാവിന്റെ കൊച്ചു വാക്കുകളും പ്രവർത്തനങ്ങളും, അങ്ങനെ വലിയ അധികാരത്തിന്റെ ഇടപെടലോ ഒന്നുമല്ല, കൊച്ചു കാര്യങ്ങൾ എന്നെ സഹായിച്ചുവെന്ന് ആ അച്ഛനും മറ്റു പലരും പറഞ്ഞു കേൾക്കുമ്പോൾ ഈ കത്തോലിക്ക സഭയിലാണല്ലോ നമ്മൾ ജനിച്ചു ജീവിക്കുന്നതെന്നും ഈ സഭ ഭൂമിയുടെ അനുഗ്രഹമാകുന്നുവെന്നും ഈ സഭയുടെ അധിപനായ മാർപ്പാപ്പയെ ലോകം മുഴുവൻ ആദരിക്കുന്ന തരത്തിൽ ലോകത്തെ പുനർക്രമീകരിക്കുവാനായിട്ട് ഫ്രാൻസിസ് പാപ്പയ്ക്ക് കഴിഞ്ഞു വന്നത് മലയാളത്തിലെ പത്രങ്ങളല്ല, ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഒരുപക്ഷെ ക്രൈസ്തവ ചിന്തകളോട് വിയോജിപ്പുള്ള അല്ലെങ്കിൽ ദർശനത്തോട് താല്പര്യമില്ലാത്ത മാധ്യമങ്ങളെല്ലാം ഇന്നത്തെ എഡിറ്റോറിയല് മലയാളത്തിലെ ഞാൻ മുഴുവൻ വായിച്ചപ്പോൾ എത്ര ഹൃദ്യമായിട്ടാണ് അവര് പരിശുദ്ധ പിതാവിന്റെ ജീവിത ശൈലിയെ ഉള്ളറിഞ്ഞ് ശേഖരിച്ച് അനുമോദിച്ചത്. അതുകൊണ്ട് ഉള്ളതും
ഒരുപോലെ പങ്കുവച്ച ആ സ്വന്തമായിട്ട് ഒന്നും ഇനി ഒരു കാര്യം വിട്ടുപോയി. അദ്ദേഹം 12 വർഷത്തിനായിട്ട് മാർപ്പാപ്പയായിട്ട് ആദരവ് സ്വീകരിക്കാൻ തന്റെ ജന്മനാട്ടിലേക്ക് പോയില്ല എന്നത് നാം ഗൗരവമായി ഓർക്കണം. നമുക്കറിയാം, നമുക്ക് ഒരു ചെറിയ അവാർഡ് അംഗീകാരം കിട്ടിയാൽ നമ്മളെ ഇടവകയിലും രൂപതയിലൊക്കെ എന്തു സ്വീകരണമായിരിക്കും. പരിശുദ്ധ പിതാവ് തന്റെ സ്വന്തം മാതൃരാജ്യത്ത് ഒരു സ്വീകരണം ഏറ്റുവാങ്ങാൻ, അത് വലിയ വലിയ സ്വീകരണമായിരിക്കുമല്ലോ. അദ്ദേഹം പോയില്ല എന്നെന്ന് എൻ്റെ ഒരു സുഹൃത്ത് ജോസാറാണ് എനിക്ക് അയച്ചു തന്നത്. വേറെ ഒന്നും വേണ്ടല്ലോ, സ്വന്തം രാജ്യത്തെ ആദരവിന് അദ്ദേഹം പോയില്ലല്ലോ എന്ന് പറഞ്ഞത്. അപ്പൊ സ്വന്തം രാജ്യത്തെ പോലും ആദരവ് വേണ്ടെന്ന് വെച്ചപ്പോഴും ലോകത്തെ പിന്നോക്ക രാജ്യങ്ങളില് അല്ലെങ്കിൽ ആരും എത്താത്ത രാജ്യങ്ങളില് പിതാവ് പോയി എന്ന് പറയുമ്പോൾ അത് സ്വീകരണം ഏറ്റുവാങ്ങാനല്ല, ആദരവിനുമല്ല, മറിച്ച് സഭയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ ദർശനത്തിന്റെ അല്ല കർത്താവിന്റെ ഒരു 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 സാന്നിധ്യമാകാൻ പിതാവ് പോയി എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ നെസിന്റെ അവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട നിങ്ങൾക്കും നമ്മുടെ എല്ലാവർക്കും കാണുന്നവർക്കും അഭിമാനിക്കാം. ഈ മദർ തെരേസ ജീവിച്ച ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു. അതുപോലെ ചാവറ പിതാവിനെ നമുക്ക് ഈ യുവതലമുറയ്ക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. എന്നാൽ നമുക്ക് ഇപ്പോൾ ജോൺ പോൾ മാർപ്പാപ്പയെ കണ്ടവരും അനുഭവിച്ചവരും കേരളത്തിൽ കണ്ടവരുമുണ്ട്. എന്നാൽ ഫ്രാൻസിസ് പാപ്പ വന്നില്ലെങ്കിലും ഫ്രാൻസിസ് പാപ്പയുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുന്ന വലിയ മുതിർന്ന തലമുറയും ഇപ്പൊ 2-3 തലമുറകൾക്ക് അവർക്ക് അഭിമാനമാണ്, സന്തോഷമാണ്, സംതൃപ്തിയാണ്. പിതാവിന്റെ വേദന, വേർപാട് എല്ലാ കുഞ്ഞുങ്ങൾക്ക് പോലും അതൊരു സങ്കടം ആയിരിക്കും, അത് വേദനയാണ്. ആ വേർപാടിന്റെ ദുഃഖം നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നിത്യതയില് ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ഒരുങ്ങി വേറെ രസം എനിക്ക് അറിഞ്ഞുകൂടാ ഈ ചർച്ചയില് മരണത്തിന് നന്നായി ഒരുങ്ങുക എന്നത് കത്തോലിക്ക വിശ്വാസത്തിന്റെ ഭാഗമല്ലേ. ആ മാസങ്ങളായി ആ വിൽപത്രവും ആ കല്ലറയും പള്ളിയും ഒക്കെ പറയുമ്പോൾ ഞാൻ മരിക്കും, എന്റെ അസുഖം മറച്ചു വെക്കരുത്. ഇനി മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ഒരു സാധാരണ വിശ്വാസിയുടെ വേഷത്തിൽ അദ്ദേഹം ആ ജനങ്ങളുടെ ഇടയിൽ വന്നെന്ന് പറയുമ്പോൾ ആ അസാധാരണ നേതൃത്വമുള്ള സാർവത്രിക സഭയുടെ തലവൻ ഒരു വിശ്വാസിയെ പോലെ വത്തിക്കാനില് ആ വീൽ ചെയറിൽ പോയത് അതിന് നൽകുന്ന സന്ദേശം എന്താ? അപ്പൊ മരണത്തിന്, വിശുദ്ധമായ മരണത്തിന് വിശ്വസ്തയോടെ, വിവേകത്തോടെ, വിശ്വാസ തീഷ്ണതയോടെ ഒരുങ്ങിയാണ് പിതാവ് ദൈവസന്നിധിയിലേക്ക്. മരിക്കുവാൻ തീവ്രത കാണിച്ചാണോ വിശ്രമിക്കാൻ പറഞ്ഞ സമയത്ത് ഈ ഓടി ഇറങ്ങിയത് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. മരണത്തെ ധീരമായി നേരിട്ട, മരണം അതിവേഗം കടന്നു വരണമെന്ന് ആഗ്രഹിച്ച രാജിയല്ല, ദൈവസന്നിധിയിലേക്ക് ഞാൻ വിളിക്കപ്പെടാൻ ഒരുങ്ങിക്കൊണ്ട് ഒരു അങ്ങനെയല്ലേ എന്ന് ഓർത്തു പോകും നമ്മള്. അദ്ദേഹത്തിന്റെ പറയുമ്പോൾ തന്നെ ഞാൻ കൂട്ടിച്ചേർക്കുന്നത്, അദ്ദേഹത്തിന് അന്ന് വീൽ ചെയറിലേക്ക് ആകുമ്പോൾ ഒരുപക്ഷെ പലപ്പോഴും ഇപ്പോൾ രാജിവെക്കും എന്നെല്ലാം പലപ്പോഴും പല മാധ്യമങ്ങളിലൂടെ വന്നിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ഞാനിപ്പോൾ രാജിവെക്കുന്നില്ല എന്ന നിലപാടെടുത്തിരുന്നു. കാരണം അദ്ദേഹത്തിനറിയാം തനിക്ക് സഭയെ നയിക്കാനാവാത്ത സമയം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം രാജിവെക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ ഇത് കഴിവുകൊണ്ടോ സഭയെ നയിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും രാജിവെക്കാൻ തന്നെ അദ്ദേഹം നിൽക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം ആ രീതിയിലായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് അത് സാധിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ആശുപത്രിയിൽ കിടക്കുമ്പോൾ പോലും പലപ്പോഴും മാർപ്പാപ്പയെ കർദിനാൾ പിയട്രോ പരോളിൻ പോയി സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പല രേഖകളും ഒപ്പുവെച്ചതൊക്കെ ആയിട്ട് വാർത്തകൾ വന്നിരുന്നു. അന്ന് നമ്മൾ ചിന്തിച്ചു, ഇത് എങ്ങനെ വയ്യാതെ കിടക്കുന്ന മാർപ്പാപ്പ, വളരെ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന മാർപ്പാപ്പ എങ്ങനെ ഈ രേഖകളിലെല്ലാം ഒപ്പുവെക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ അദ്ദേഹം ഈ സഭയുടെ കാര്യങ്ങൾ നയിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷെ അതെല്ലാം യാഥാർത്ഥ്യമായിരുന്നു. നമ്മൾ പലപ്പോഴും പല ആളുകളും പറഞ്ഞിരുന്നു അതങ്ങനെയല്ല, ചിലപ്പോൾ മാർപ്പാപ്പയെ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല എന്നൊക്കെ. പക്ഷെ അദ്ദേഹം ബോധപൂർവമായിരുന്നു ഇതിനെല്ലാം ഒപ്പുവെച്ചിരുന്നതും എന്ന് നമുക്ക് പിന്നീട് നമ്മുടെ ഈ ചർച്ചയിലെ ഇപ്പൊ ഈ പൊതുസമൂഹം അറിയേണ്ടത് കൊണ്ട് ഒരു കാര്യം, സാർവത്രിക കത്തോലിക്ക സഭ വലിയൊരു സംവിധാനം പരിശുദ്ധാത്മാവിനെ രൂപിയാൽ നയിക്കുന്നു എന്നത് ലോകം അറിയുന്ന ദിവസങ്ങളാണല്ലോ ഇപ്പം. പരിശുദ്ധ പിതാവ് ഇന്നലെ വേർപെട്ടു. പക്ഷെ ഇന്ന് സഭയില് റോമിലാകട്ടെ എല്ലാ രൂപതകളിലും ഇടവകളിലും മാർപ്പാപ്പയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ സഭയുടെ എല്ലാ സ്ട്രക്ചർ. എന്നാൽ സഭയുടെ സംവിധാനം ഒരു അതിശക്തമാണ് എന്നതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ അറിയുന്ന ഒരു കാര്യം. പരിശുദ്ധ പിതാവിന്റെ റൂം ലോക്ക് ചെയ്തു. പിതാവ് ഇപ്പൊ അന്ത്യോപചാരം നാളെ ആരംഭിക്കുന്നു. പക്ഷേ സഭയുടെ ഭരണം പരിശുദ്ധാത്മാവ് കർത്താവിന്റെ സഭയെ
ഈ ദിവസങ്ങളിൽ പുതിയ പാപ്പ വരുന്നതും വരെയും ഒരു കുറവുമില്ലാതെ മികവിലോടെ ഇത് പരിശുദ്ധാത്മാവ് നയിക്കുന്നത് നമ്മൾ കാണും. 2, ഈ മാർപ്പാപ്പ കുമ്പസാരിക്കുന്നത് നമ്മൾ കണ്ടു വത്തിക്കാനില്. അതിന് മുമ്പ് മാർപ്പാപ്പമാർ കുമ്പസാരിച്ചിട്ടുണ്ട്. പക്ഷെ മാർപ്പാപ്പ കുമ്പസാരിക്കാൻ മടി കാണിക്കുന്നില്ല എന്ന് കണ്ടപ്പോ വിശ്വാസികളുടെ ഇടയിലേക്ക്, സാധാരണക്കാരുടെ ഇടയിലേക്ക് പിതാവ് വളരെ സജീവമായി പുസ്തകമൊക്കെ ഇറങ്ങിയപ്പോ പിതാവ് രാജിവെച്ച് വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ തന്റെ മുൻഗാമി ആരോഗ്യത്തിന്റെയും മറ്റു കാരണങ്ങളാൽ രാജിവെച്ചതുകൊണ്ടാണ് താൻ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയായതെന്ന് അറിയാവുന്ന ഫ്രാൻസിസ് പാപ്പ ഞാൻ രാജിവെക്കുകയില്ല, പലരും ഓർത്തു രാജിവെക്കും, 2 പേര് കഴിഞ്ഞ് 3-മതൊരാള് മാർപ്പാപ്പയാകും എന്നൊക്കെ എഴുതിയവരും പറഞ്ഞവരൊക്കെ ഉണ്ട്. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ബെനഡിക്റ്റ് മാർപ്പാപ്പയെ അതീവ സ്നേഹത്തോടെ വിരമിച്ച ആ ബെനഡിക്റ്റ് പിതാവിനെ സ്നേഹാദരവോട് നൽകി ഉപദേശങ്ങൾ സ്വീകരിച്ച് സഭയെ നയിച്ചു. എന്നാൽ ഈ പിതാവ് രാജിവെക്കാൻ പലരും ആഗ്രഹിച്ചും പറഞ്ഞു കാണുമെങ്കിലും അദ്ദേഹം ഒരു രാജിയിലേക്ക് പോകാതെ മരണത്തിന്റെ അവസാന നിമിഷങ്ങൾ വരെ, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഡോക്ടർമാരും പുറത്ത് വരുമായിരിക്കും ഇനി ആശുപത്രിയിൽ നിന്നും വിശ്രമം പറഞ്ഞിട്ട് അനുവദിക്കാതെ പിതാവ് ഈ ദിവസങ്ങളിലൊക്കെ യാത്ര ചെയ്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ പെട്ടെന്നുള്ള ഈ വേർപാടെന്ന് വിശ്വസിക്കാനേ എല്ലാവർക്കും കഴിയും. അതോടൊപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെ ആ ഒരു ഈസ്റ്റർ ദിനത്തിൽ ചുട്ടുപൊള്ളുന്ന വെയിലിലാണ് അദ്ദേഹം വിശ്വാസികളുടെ ഇടയിലേക്ക് ഇറങ്ങിയതെന്ന് നമുക്കറിയാം. അവിടെ കൂടിയിരുന്നവർ പറഞ്ഞ് നല്ല ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ അങ്ങനെ വിശ്വാസികളുടെ ഇടയിലേക്ക് ഇറങ്ങണം എന്നുള്ളത് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ആശീർവാദം നൽകിയതിന് ശേഷം അവിടെ കൂടിയിരുന്ന കുറച്ച് വൈദികരെ കാണുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ചാർട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്നായിരുന്നു അതിൽ ഒരു മാറ്റം വരുത്തി ആ കൂടി നിന്ന വൈദികരോട് മാർപ്പാപ്പയുടെ ചടങ്ങുകളിൽ മാറ്റം വരുത്തിയിരിക്കുന്നു, നിങ്ങളെ കാണുന്നില്ല, പകരം വിശ്വാസികളെ കാണാൻ പോകുന്നു എന്ന് മാർപ്പാപ്പ തീരുമാനമെടുത്തത്. കാരണം ആ ചുട്ടുപൊള്ളുന്ന വെയിലാണെന്ന് കണ്ടിട്ടും കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആ ഒരു തീരുമാനം എടുത്തതെന്ന് പറയുമ്പോൾ ആ ഒരു മൊബൈൽ വാഹനത്തിൽ വിശ്വാസികളുടെ ഇടയിലൂടെ ആ വെയിലത്ത് ഒട്ടും വയ്യാതിരിക്കുന്ന അവസ്ഥയിൽ കൂടി മാർപ്പാപ്പ യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്, ഒരു ഇൻസൈറ്റ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. തൻ്റെ കാലഘട്ടം തീരാൻ പോകുന്നു, കാലം ചെയ്യേണ്ട സമയം ആയി, താൻ ഒരു വലിയ ഇടയനാണ്, അജഗണമാണെങ്കിൽ തൻ്റെ അജഗണത്തിൻ്റെ ഇടയിൽ കൂടെ തന്നെ നടന്ന് അവരെ ആശീർവദിച്ച് വളരെ നോർമലായി തന്നെ ഈ ലോക ജീവിതം വിട്ടു പോകണം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അറിയായിരുന്നു. ഒരുപക്ഷെ ദൈവവും ആഗ്രഹിച്ച അതേപോലെ തന്നെയാണ്. ഒരുപാട് നാൾ ആശുപത്രിയിൽ കിടന്ന് അല്ലെങ്കിൽ ഓർമ്മയില്ലാതെ ഒരു ഇതുമില്ലാതെ കിടക്കേണ്ട ഒരു മാർപ്പാപ്പയല്ല വേണ്ടത്. അവസാന നിമിഷം വരെ മാർപ്പാപ്പ എന്തായിരിക്കുന്നുവോ അങ്ങനെ തന്നെ ആയിരുന്നു കൊണ്ട് തന്നെ ചിന്തയായിരുന്നു. തീർച്ചയായിട്ടും. അല്ല, ഡിജോ ബ്രദർ പറഞ്ഞത് എത്രയോ ശരിയാണ്. നമുക്കറിയാം നമ്മുടെ കർത്താവ് പീഡാസഹനത്തിന്റെ മുൻ മണിക്കൂറുകളില് പ്രാർത്ഥന കഴിഞ്ഞ് ഇവർ വരുന്നു, സജീവമായി കുരിശിലേറുവാൻ അല്ലെ മരണത്തെ വരിക്കുവാൻ ഒരുങ്ങിയ ഒരു കർത്താവിനെയാണ് നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുക. അപ്പോ അവര് പറഞ്ഞതൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ കുരിശുമായി മലമുകളിൽ എത്തുന്നതും മരണത്തിന്റെ അവസാന നിമിഷങ്ങൾ വരെ തന്റെ ശുശ്രൂഷ തമ്പുരാൻ ആഗ്രഹിക്കുന്ന പോലെ ചെയ്ത കർത്താവിനെയാണ് നമ്മൾ നാഥനും രക്ഷകനുമായി വിശ്വസിക്കുന്നത്. നേരത്തെ ഡിജോ ബ്രദറും നിങ്ങൾ ചർച്ചകളിലെ മരിയയും ഒക്കെ പറയുന്ന പോലെ തീർച്ചയായിട്ടും ഇത് ദൈവത്തിന്റെ ശുശ്രൂഷയിലായിരിക്കും ആൾക്ക് വിശ്രമിക്കുവാൻ, വിട്ടു നിൽക്കുവാൻ കഴിയില്ല എന്ന ഒരു സന്ദേശം മാർപ്പാപ്പ തരുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ആശുപത്രിയിലായിരിക്കുമ്പോൾ നമുക്കറിയാം ഈ കോഴിക്കോട് അതിരൂപതയായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ്. നമുക്ക് ഇവിടെ വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്ക് അനേകരെ ഉയർത്തി. ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നടന്ന നടപടികളൊക്കെ അത് സഭയെ അറിയുന്നവർക്ക് അതിനകത്ത് ആശങ്കയില്ല. കാരണം മാർപ്പാപ്പ ഒപ്പുവെക്കുന്ന രേഖ വിവിധ ദിക്കാസ്ട്രികള് പഠനവും സഭാ നിയമങ്ങളും പാലിച്ചു മാത്രമാണ് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ ഏതെങ്കിലും രേഖയിൽ ഒപ്പുവെക്കുക. അപ്പൊ ആശുപത്രിയിൽ താൻ കിടക്കുന്ന നമുക്കറിയാലോ, മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ വിശ്രമ സമയം അല്ലെങ്കിൽ അവർ ചികിത്സയുടെ സമയത്ത് ഫയലുകളുമായി ചീഫ് സെക്രട്ടറിമാർ പോകും. അവരുടെ രോഗാവസ്ഥ ഒരിക്കലും രാജ്യത്തിന്റെ ഭരണത്തെ ബാധിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ പോലെ പരിശുദ്ധ പിതാവ് സാർവത്രിക സഭയുടെ വിവിധ ഡിക്കാസ്ട്രികള് ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ 10-1 100 ആയിരിക്കും. അത് പ്രയോറിറ്റി നോക്കി ബന്ധപ്പെട്ട അധികാരികള് അത് ഓരോന്നായിട്ട് ഒപ്പിട്ടത് കൊണ്ടാണ് എത്രയും മെത്രാന്മാരെ കഴിഞ്ഞ നാളുകളിൽ പ്രഖ്യാപിച്ചു. അപ്പൊ സഭയുടെ സംവിധാനം എന്നത് ഒരു പരിശുദ്ധ പിതാവ്, ഒരു മാർപ്പാപ്പ മാത്രമല്ല, ഏകാധിപതിയുമല്ല. സഭയുടെ സംവിധാനത്തെ കുറിച്ച് അറിയുന്നവർക്ക് ഒപ്പിടുന്നതിന് മുമ്പ്, രാഷ്ട്രപതി ഒപ്പിടുന്നതിന് മുമ്പ്
ആ നടപടിക്രമങ്ങളെല്ലാം ഡിപ്പാർട്ട്മെന്റ് അല്ലേ ചെയ്യുക. അതുകൊണ്ട് പരിശുദ്ധ പിതാവ് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്തും അദ്ദേഹം എന്നാ ഇനി കുറച്ച് കഴിയട്ടെ എന്നോ താൻ വിശ്രമിക്കുകയാണെന്ന് വിവരിക്കുകയോ അല്ലെ ഞാൻ വിരമിച്ച് പിതാവിന് വേണമെങ്കിൽ രാജിവെച്ച് മറ്റൊരാളെ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ തന്നെ ദൈവം വിളിക്കുമ്പോൾ പോകാൻ തയ്യാറായി. പക്ഷെ ഒരുപക്ഷെ ഇനിയിപ്പോ അടുത്ത് പുറത്തു വരുമായിരിക്കും ഈ മരണത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഒപ്പിട്ട ഫയൽ ഏതൊക്കെയാണെന്ന്. വത്തിക്കാനെ കുറിച്ച് അറിയുന്നവർക്കറിയാം, അവിടെ ക്രമം തെറ്റി ആർക്കും ഒരു രേഖയും ഒപ്പിട്ട് വാങ്ങാനോ ഒന്നും പറയാനോ പറ്റില്ല. എറണാകുളത്തെ വിശുദ്ധ കുർബാനയെ കുറിച്ച് ഓഡിയോ വന്നപ്പോഴും അല്ലെ രേഖകൾ വന്നപ്പോ ഒക്കെ ചിലർ പറഞ്ഞു, ചിലർ വിശ്വസിച്ചു അത് മാർപ്പാപ്പ പറഞ്ഞില്ലെന്ന്. ഇന്ന് മാധ്യമങ്ങളുടെ ഈ യുഗത്തില് അവിടെ ഇറങ്ങുന്ന രേഖകൾ ഒരു മിനിറ്റ് കൊണ്ട് ഇവിടെ കിട്ടും. ഇവിടെയുള്ള കാര്യങ്ങൾ അവിടെ കിട്ടാനും പരിശോധിക്കാനും ഒക്കെ ആർക്കും ആരെയും പറ്റിക്കാനും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റില്ല, വ്യാജരേഖ ഉണ്ടാക്കാനും പറ്റില്ല. അതുകൊണ്ട് സാർവത്രിക സഭയുടെ കരുത്തും അതിന്റെ കൃപയും അതിന്റെ ആ സംവിധാനത്തിന്റെ എന്താ പറയാ സ്വാധീനവും ഈ ദിവസങ്ങളില് പൊതുസമൂഹം അറിയും. പുതിയ മാർപ്പാപ്പയ്ക്ക് ഒരുങ്ങുന്ന ഈ ദിനങ്ങളില് സഭ ശക്തമാണെന്നും സഭ ദൈവാശ്രയത്തിലാണെന്നും അറിയുന്ന ദിനങ്ങളാണ്. ഇത്തരം ചർച്ചകൾ അതിലേക്ക് നമ്മുടെ വിശ്വാസികളെയും പ്രേക്ഷകരെയും പൊതുസമൂഹത്തെയും നയിക്കും. ബൈബിളിലെ ഒരു വാക്യമുണ്ട്, എന്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനായിരിക്കുന്ന പോലെ ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഈശോ പറയുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അവസാന നിമിഷം വരെ പ്രവർത്തന നിരതനമായിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ റോമിലെ ആ ഒരു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ, അവിടുത്തെ ഒരുക്കങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ, ഇന്നലെ മാർപ്പാപ്പയെ അടക്കം ചെയ്യുന്ന സാന്താ മാർത്ത ദേവാലയത്തിലേക്ക് ഗുഡ്നസ് ടിവിയുടെ പ്രതിനിധിയായ ഒരു വൈദികൻ അവിടെ എത്തിച്ചേർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ അടക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ 2 ചാപ്പലിന് നടുക്കുള്ള ഇടനാഴിയിൽ അവിടെ എത്തിയപ്പോൾ ആ ദേവാലയത്തിലെ മോൺസിഞ്ഞൂർ പറഞ്ഞു, ഇവിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കാൻ പോകുന്നത്, ഒരു സാധാരണ ഒരു ഇടനാഴി അവിടെ താഴെ അടക്കാൻ പോകുന്നു എന്ന് വൈദികനോട് പറഞ്ഞു. നമ്മുടെ റിപ്പോർട്ടറായ അച്ഛൻ വളരെ ആശ്ചര്യത്തോടു കൂടി ഇവിടെ ഒരു ഒരുക്കങ്ങളും, മാർപ്പാപ്പ മരിച്ചു കിടക്കുന്നു, വാർത്തകൾ വരുന്നു, ഒരു ഒരുക്കങ്ങളും ഇതുവരെയുമായിട്ടില്ല. അപ്പോൾ അദ്ദേഹം വളരെ ആശ്ചര്യത്തോടെ ചോദിച്ചു, ഇവിടെ ഇനി എങ്ങനെ ഒന്നുമില്ലല്ലോ, കാരണം സാധാരണ പോലെ വിശ്വാസികൾ വന്നു പോകുന്നു, ഒരു അനക്കവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവിടുത്തെ മോൺസിഞ്ഞൂർ പറഞ്ഞൊരു വാക്യം, എല്ലാം റെഡിയാണ്, എല്ലാം ഒരുക്കത്തിലാണ്, എല്ലാം നടക്കും എന്ന് വളരെ സമാധാനമായി പറയുന്നു. അച്ഛൻ വളരെ അതിശയത്തോടുകൂടി എന്നോട് വിളിച്ച് പേഴ്സണലായിട്ട് അദ്ദേഹം ഇങ്ങനെ വീഡിയോയിലും പറഞ്ഞു, എല്ലാം ഒരുക്കത്തിലാണ് എന്നാണ് അവിടുത്തെ മോൺസിഞ്ഞൂർ പറഞ്ഞത്, എല്ലാം റെഡിയാണെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതാണ് വത്തിക്കാനിലെ സംവിധാനം. മാർപ്പാപ്പ ഇപ്പോൾ മരിച്ചു കിടന്നാൽ പോലും എല്ലാം കൃത്യമായി തന്നെ, യാതൊരു മാറ്റവും ഇല്ലാതെ തന്നെ എല്ലാം കൃത്യമായി എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നുവോ അതുപോലെ തന്നെ എല്ലാം സമയാസമയങ്ങളിൽ, എന്നാൽ മുൻകൂട്ടി ഒരു ഒരുക്കങ്ങളോ അവിടെ തിരക്കോ ഓട്ടോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല, എല്ലാം കൃത്യമായി തന്നെ നടക്കും. വത്തിക്കാനിലെ ഇപ്പോൾ നമ്മൾ കാണുന്ന ലൈവ് വീഡിയോ പോലും അതന്നെയാണ് അവിടെ കാണുന്നത്. വത്തിക്കാനിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഞാൻ ഒരു കാര്യം ഇപ്പൊ ഞാൻ ഓർക്കാം, എന്റെ ഈ കാർഡ് കണ്ടു കാണുമല്ലോ, നമ്മുടെ സ്വപ്ന ജോജു 8ാമത്തെ കുഞ്ഞിനെ ശേഖരിച്ചപ്പോ മരണം അമ്മമാലാക എന്ന് പറഞ്ഞ പുസ്തകം ഇറക്കിയിട്ടുണ്ട് തൃശ്ശൂര്. ഞാന് കഴിഞ്ഞ ആഴ്ച റോമിലെ ചെറിയാൻ തുണ്ടുപറമ്പിൽ അച്ഛന് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പൊ ഇവിടെ പറയുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പ്രോലൈഫുമായി ബന്ധപ്പെട്ട് ഈ സ്വപ്ന ജോജു മരിക്കുന്നത് 2017 ഡിസംബർ മാസം 25-ാം തീയതിയാണ്. അച്ഛന്റെ കത്ത് ഞാൻ പുറത്തു വിട്ടിട്ടില്ല. ആ കത്തിൽ അച്ഛൻ പറയുന്നത് 2017 ജൂലൈയിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഒരു വീരോചിത ജീവിതം നയിച്ചവരെ വിശുദ്ധരാക്കണം എന്നുള്ള ആ വിശുദ്ധരാക്കുന്ന ആ നയരേഖ ഒന്ന് പുനഃപരിശോധിച്ച് വിരോചിത ജീവിതം നയിച്ചവരെ വിശുദ്ധരാക്കണം. ഇപ്പൊ 13 പേര് വിശുദ്ധരായിട്ട് ലോകത്ത് പരിഗണിക്കപ്പെടുന്നുണ്ടെന്ന് ചെറിയച്ഛൻ പറഞ്ഞു. അച്ഛൻ കഴിഞ്ഞ ഫെബ്രുവരിയില് തൃശ്ശൂര് ചിറ്റാട്ടുകരയിൽ വന്നു. അച്ഛൻ പറയുന്നത് ഇപ്പോൾ അപ്പൊ അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാണ് പ്രിയപ്പെട്ട സ്വപ്ന ദൈവസന്നിധിയിലേക്ക് വിളിക്കുന്നത്. ഡിസംബർ 25-ാം തീയതി കർത്താവ് എന്നോട് പറഞ്ഞ കർത്താവ് ജനിച്ച ദിവസം സ്വപ്ന സ്വർഗത്തിൽ ജനിച്ചു എന്നാണ് ചെറിയച്ഛനെ സൂചിപ്പിച്ചത്. ഞാൻ പറയാൻ വന്നത് ജീവന് വേണ്ടി. അപ്പൊ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, കേരളത്തിലെ 8ാമത്തെ കുഞ്ഞ് ജനിക്കാൻ നേരത്ത് സ്വപ്ന പറഞ്ഞൊരു വാക്കുണ്ട്. അത് എന്നതാണെന്നറിയാമോ? ഈ കാടിൽ ഉദരത്തിലെ കുഞ്ഞിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഈശോയുടെ പ്രിയപുത്രി, എനിക്ക് ജീവിക്കാൻ എന്തുമാത്രം അവകാശമുണ്ടോ അത്ര തന്നെ അവകാശം ഈ കുഞ്ഞിനുമുണ്ട്. അപ്പം ഇപ്രകാരമുള്ള ജീവിക്കുന്ന കുടുംബങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ വൈദികരും സമർപ്പിതരും മാത്രമല്ല, അൽമായരായ ഇപ്രകാരമുള്ള ജീവിതങ്ങളെ വിശുദ്ധരായി പരിഗണിക്കുവാനുള്ള ഒരു വലിയ
ഒരു എന്താ പറയാ ക്രമം വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നതിന് പിതാവ് രൂപീകരിച്ചിരുന്നു. എനിക്ക് തോന്നുന്ന തൃശ്ശൂരിൽ നിന്ന് ലോഫിന്റെ പ്രവർത്തകർ മെയിൽ പോകുമ്പോ അവര് അമ്മമാലാഹ പുസ്തകവും ഇംഗ്ലീഷും ഞാൻ അടുത്ത ദിവസങ്ങളിൽ അവിടെ പോയി ചിറ്റാട്ടുകാരെ അവരെ കുടുംബ കൂട്ടായ്മയിൽ പങ്കെടുത്തു. അപ്പം ഒരു നല്ല ഇംഗ്ലീഷ് ബ്രോഷർ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇംഗ്ലീഷിലും ഇറ്റാലിയൻ ഭാഷയിലും ഈ സ്വപ്ന ജോജുവിനെ വരാ ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ സ്വപ്ന ജോജുവിനെ കുറിച്ച് പ്രത്യേകമായിട്ട് ഒരു ബുക്കലെറ്റ് പരിശുദ്ധ പിതാവിനെ കൊടുക്കണം എന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഈ ഏപ്രിൽ അല്ലെങ്കിൽ മെയ്യിൽ പോകുമ്പോൾ. അത് സാധിച്ചില്ല എന്ന ദുഃഖമുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും പിതാവ് ഇതുപോലുള്ള മാതൃകാ ജീവൻ നയിച്ച അമ്മമാരെ വനിതകളെ ഒക്കെ സ്വർഗത്തിലെ ദൈവത്തോട് ചേർത്ത് നിർത്തി സഭയിൽ വണങ്ങുവാനുള്ള ഒരു അവസരം പരിശുദ്ധ പിതാവ് അതിവേഗം പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുക. കേരളത്തിൽ എത്രയോ അമ്മമാര് കുടുംബങ്ങള് വിശുദ്ധ ജീവൻ നയിക്കുന്ന പ്രോലൈഫ് സംസ്കാരമുള്ള കുടുംബജീവിതത്തിലൂടെ ധന്യരായവരുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് എന്റെ മെസ്സപ്പുറത്ത് ഈ കാർഡ് ഇരുന്നപ്പം ഞാൻ ഓർത്തുപോയതാണ്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. ഇതുപോലുള്ള അമ്മമാര് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അത്തരം ജീവിതങ്ങളെ കൂടുതൽ പരിചയപ്പെടുത്തുവാൻ, അത്തരം ജീവിതങ്ങളെ നയിക്കുന്നവർക്ക് വിവാഹം വേണ്ട, കുഞ്ഞുങ്ങൾ വേണ്ട എന്നൊക്കെ പറയുന്ന ലോകത്ത് കേരളത്തിലെ മാതൃകയായ എത്രയോ കുടുംബങ്ങളുണ്ട്. 5, 6, 7, 8, 10 മക്കളുള്ളവര് കേരളത്തിൽ നിന്നുള്ളവര് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അതുകൊണ്ട് ജീവനെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരു വലിയ സംസ്കാരം നയിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകമായി പരിഗണിച്ച പരിശുദ്ധ പിതാവിന്റെ മുമ്പിൽ എല്ലാ കുടുംബങ്ങളും ഈ ദിവസങ്ങള് വളരെ കണ്ണീരോടെയാണ് പ്രാർത്ഥിക്കുന്നത്. അവരെ സ്വന്തമായ ഒരു വിശുദ്ധൻ സ്വർഗത്തിലുണ്ടെന്നുള്ളൊരു ചിന്തയാണ് പ്രത്യേകിച്ച് ഇപ്പൊ വിറ്റ്നസിന്റെ ഒക്കെ ചർച്ചകളിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തുന്നത്. കൂടുതൽ പിതാവിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങൾ നേടുകയും നമുക്ക് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ വിറ്റ്നസ് ടിവിയില് വിശുദ്ധ നാമകരണത്തിന്റെ ലൈവ് ചർച്ചയൊക്കെ നടക്കാനും അതിൽ പങ്കാളിയാകാനും കഴിയട്ടെ എന്ന് ഉള്ള ആഗ്രഹവും പ്രാർത്ഥനയുമാണ് എനിക്കുള്ളത്. വൈകിയ സമയത്ത് ഇന്നലെ എന്നോട് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് റോബിനും മറ്റു പലരും വിളിച്ചു. എനിക്ക് ഇന്നലെ ലൈവ് വരാൻ പറ്റിയില്ല. ഇന്നിപ്പോ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ പറയുവാൻ കഴിയുന്നത് സുവിശേഷത്തിന്റെ ഒരു സാക്ഷ്യമാണല്ലോ. നമുക്ക് സഭയെക്കുറിച്ച്, പരിശുദ്ധപിതാവിനെ കുറിച്ച് വിശ്വാസ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും അത് ഒരു സാക്ഷ്യമാണല്ലോ. നമ്മുടെ പ്രേക്ഷക ദൗത്യമാണല്ലോ ഡിവൈൻ ജ്ഞാനകേന്ദ്രവും വിറ്റ്നസ് ടിവിയും ഒക്കെ ചെയ്യുന്നത്. അനുദിന സുവിശേഷ പ്രവർത്തനത്തിന് ഭാഗമായതുകൊണ്ട് ഇപ്രകാരം ഇത്രയും സമയം നമുക്ക് ചർച്ച ചെയ്യുവാൻ, പറയുവാൻ നല്ല ദൃശ്യങ്ങളാണ്. മാർപ്പാപ്പയുടെ അടുത്തൊരു കുഞ്ഞിരിക്കുന്ന ചിത്രമാണ് ഇപ്പൊ ഞാൻ കാണുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോ നമ്മുടെ വീടുകളിൽ പോലും മക്കളും കൊച്ചുമക്കളും വരുമ്പോഴൊക്കെ നമ്മുടെയൊക്കെ വല്യപ്പന്മാരും ആയിട്ട് കൂടിച്ചു വിടും. പക്ഷെ പിതാവ് തിരക്കിനിടയിലും വരുന്ന കുഞ്ഞുങ്ങളെ ഹൃദയത്തിൽ ഒരു നല്ല പിതാവ്, നല്ല മാതാവ് പരിശുദ്ധ പിതാവിന് ഉണ്ടായിരുന്നു എന്നാണല്ലോ എല്ലാവരെയും ചേർത്ത് നിർത്തുമ്പോൾ നമ്മൾ കണ്ടത്. അപ്പൊ ആ ചേർത്ത് നിർത്തുന്ന ആ ഒരു സ്നേഹത്തിന്റെ അരൂപി നമ്മുടെ ഭവനങ്ങളിൽ തീർച്ചയായും സജീവമാക്കാൻ ഇത്തരം ചർച്ചകൾക്ക്, വിചിന്തനങ്ങൾക്ക്, പഠനങ്ങൾക്ക് സാധിക്കും. ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, സാബു ചേട്ടാ. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് നമ്മളത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാല് അത് തീരില്ല ഒരിക്കലും. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ, കാരണം അത്രമാത്രം അദ്ദേഹം ഈ ഒരു 12 വർഷം കൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നൽകിയിട്ടാണ് പോയേക്കുന്നത്. എന്തായാലും സാബു ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തെ ഒരു വിശുദ്ധനാക്കുന്ന ഒരു ചടങ്ങിൽ ഇതുപോലെ നമ്മൾ ഒരുമിച്ച് ഇതേപോലെ ചർച്ച ചെയ്യാനുള്ള ഒരു ഭാഗ്യം ദൈവം ഉടനെ നൽകട്ടെ എന്ന് നമുക്ക് വളരെ ചെറുപ്പക്കാരാണ് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് നിങ്ങൾക്ക് 5 വർഷത്തിനുള്ളിൽ തന്നെ അതിന് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാത്രമല്ല പറ്റുമെങ്കിൽ ഈ വെള്ളിയാഴ്ച ഞാൻ റൂമിലുണ്ട്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് തീർച്ചയായിട്ടും അതും കൂടി ഞങ്ങൾക്ക് റൂമിൽ നിന്നുള്ള ഇതും കൂടി ഞങ്ങള് കിട്ടണം. ഞങ്ങൾ സാബുചേട്ടനെ കോൺടാക്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി സാബുചേട്ടാ. ഇത്ര നേരം നമ്മളുമായി സമയം പങ്കുവച്ചതിനും വിലയേറിയ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ചുള്ള പേഴ്സണൽ ആയിട്ടുള്ള അനുഭവം ഞങ്ങൾ ഗുഡ്നസ് ടി വി പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചതിനും. കാരണം സാബുചേട്ടൻ ആ ഒരു കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കുമ്പോൾ ആ ഒരു അനുഭവം ഞങ്ങൾക്ക് പോലും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടുത്ത് നിന്നിട്ടുള്ള അനുഭവം പറയുമ്പോൾ ആ ഒരു വിഷ്വൽ കൂടി നമ്മൾ കാണുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത് നിർത്തി അനുഗ്രഹിച്ച ആ ഒരു ഭാഗ്യം അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ പ്രതിനിധി ഓൾറെഡി ഒരു അച്ഛൻ ഇപ്പൊ റൂമിലുണ്ട്. അദ്ദേഹം വത്തിക്കാന്റെ അക്രഡിഷൻ കിട്ടിയ മാധ്യമപ്രവർത്തകനാണ്, വൈദികനാണ്, വിൻസെഷൻ സഭാംഗമാണ്. അദ്ദേഹം വത്തിക്കാനിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളും നമ്മളുമായി നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വൈകാതെ റോമിൽ പോയി മാർപ്പാപ്പയുടെ കബറിടം സന്ദർശിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇരുവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല വത്തിക്കാനിൽ പോയിട്ടില്ലെങ്കിലേ പോകുന്നത് നല്ലതാ. നമുക്ക് നമ്മുടെ വിശ്വാസ തീഷ്ണത വർദ്ധിക്കാനും
നമ്മുടെ ചരിത്ര പാരമ്പര്യങ്ങളെ മനസ്സിലാക്കാനും വത്തിക്കാനും പരിസരവും അസീസിയും പാതുവയും ഒക്കെ ഒരിക്കലെങ്കിലും പോകുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എല്ലാ ക്രൈസ്തവരുടെയും ആഗ്രഹമാണ് ഒന്ന് വത്തിക്കാനും വിശുദ്ധ നാടും സന്ദർശിക്കുക എന്നുള്ളത്. ഓരോ ക്രൈസ്തവന്റെ ജീവിതാഭിലാഷമാണ്. അത് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവിധ ആശംസകളും. നന്ദി ഷാബു ചേട്ടാ. നന്ദി. താങ്ക് യു കേട്ടോ. അതെ. താങ്ക് യു.